Hi, welcome back to another brand new lesson from Open School. നമുക്കറിയാം DYSP ട്രെയിനിയുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എക്സാമിന്റെ ഡേറ്റ് വളരെ അടുത്തു വന്നു. അപ്പം ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇതിനകത്ത് നിന്ന് വരിക. അപ്പൊ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ടത് ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒന്ന് പരിശോധിക്കുന്ന ലെസനാണ്. അപ്പൊ ഇതിൽ കൂടുതലും നമ്മൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഡിവൈഎസ്പിയുടെ ഒരു എക്സാം നേരത്തെ ഇതിനു മുന്നേ നടത്തിയിട്ടില്ലാത്തത് കൊണ്ടും ഇതിന് SIയുടെ ആ ഒരു സിലബസ് തന്നെയാണ് ഫോളോ ചെയ്തത് എന്നുള്ള ആ ഒരു കാര്യം കൂടെ നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിനു മുന്നേ നടത്തിയിട്ടുള്ള SI എക്സാംസിനുള്ള ആ ചോദ്യ പേപ്പറിൽ നിന്നാണ് ഇതിന്റെ ആ ഒരു എന്താ പറയേണ്ടത് ഒരു ഇൻസ്പിറേഷൻ എടുത്തിട്ടുള്ളത് ഈ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയത്. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അതിലൊക്കെ ഒന്ന് നോക്കാം. ഈ ഒരു ചോദ്യം നോക്കിയോ. The quality of the oranges dash not satisfactory. അപ്പോ ഇവിടെ നമുക്ക് വേണ്ടത് ഈ 4 ഓപ്ഷൻസിൽ നിന്ന് ഏതാണ് ഇവിടെ വരുന്ന ആ ഒരു വേർഡ് എന്നുള്ളതാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. അപ്പോ നമുക്ക് ഇവിടെ ഒരു എന്താ പറയേണ്ടത് വേർബിനെയാണ് അല്ലെങ്കിൽ ഒരു ക്രിയാപദമാണ് നമുക്ക് ഈ ഒരു സെന്റൻസിൽ ആവശ്യമായിട്ട് വരിക, അല്ലെ? അപ്പോ എന്താ പറയണ്ടേ, വേർബ്സിന്റെ റൂള് നമുക്കറിയാം. ദ സബ്ജക്റ്റും വേർബും എഗ്രി ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സെന്റൻസസിൽ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഏതാണ് ഈ ഒരു സെന്റൻസിന്റെ മെയിൻ സബ്ജക്റ്റ് എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് കാണാം, ഇവിടെ ഓറഞ്ചസ് എന്ന വാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് പ്ലൂറൽ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ പ്ലൂറൽ വേർബ് തന്നെ അവിടെ എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, വേർ തന്നെ എടുക്കാൻ. പക്ഷെ വേറാണ് നമ്മൾ ഇവിടെ എടുക്കുന്നതെങ്കിൽ അത് നമുക്ക് തെറ്റിപ്പോകും എന്നുള്ളത്. കാരണം ഈ ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ ക്വാളിറ്റി എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു സബ്ജക്റ്റ്. അപ്പൊ ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അത് സിംഗുലർ ആണ് അതിന്റെ ആ ഒരു സബ്ജക്റ്റ്, അത് ഒരു പ്ലൂറൽ നൗൺ ആണ് അതിനുശേഷം വന്നേക്കുന്നത്. പക്ഷേ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഈ വേർബ് എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റ്, ഈ പ്രധാനപ്പെട്ട സബ്ജക്റ്റുമായിട്ടാണ് അത് എഗ്രി ചെയ്യേണ്ടത്, നോട്ട് ഓൺ ദി ഓബ്ജക്റ്റ് ഓഫ് ദ പ്രിപൊസിഷൻ. ഓക്കെ, അപ്പോ ഇവിടെ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് എന്നുള്ള ആ ഒരു റൂള് നമ്മൾ ഓർത്തോളുക. അപ്പൊ അത് ഓർക്കുന്ന ആ ഒരു സമയം സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വേർബ്, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വേർബ് എന്നുള്ള കാര്യമാണ് നമ്മൾ അവിടെ ഓർക്കേണ്ടത്. പ്രിപൊസിഷണൽ ഫ്രേസ് നമ്മൾ അവിടെ ഇഗ്നോർ ചെയ്യണം സബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ. അതായത് ഈ ഓഫിന് ശേഷം വന്നേക്കുന്നല്ല ദ ഓറഞ്ചസ് എന്നുള്ളത്, ആ ഒരു ഫ്രേസ് നമ്മൾ, അതാണ് ഇവിടുത്തെ പ്രിപൊസിഷണൽ. ഓഫ് എന്ന പ്രിപൊസിഷന് ശേഷമാണ് ദ ഓറഞ്ചസ് വന്നേക്കുന്നത്. അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യണം സബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ മതി. എന്തിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്? ഓറഞ്ചിനെ കുറിച്ചാണോ ഓറഞ്ചിന്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ടാണോ ഇവിടെ സംസാരിക്കുന്നത്? ശരിക്കും ഓറഞ്ചിന്റെ ക്വാളിറ്റിയെ കുറിച്ചല്ലേ ഇവിടെ സംസാരിക്കുന്നത്. അങ്ങനെയാണ് അത് അതിന്റെ മെയിൻ വേർബ് എന്ന് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ വാസ് തന്നെയാണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ഡാഷ് 10 years of service by next March. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് വിൽ ബി കംപ്ലീറ്റിംഗ്, വിൽ കംപ്ലീറ്റ്, will have been completing, shall complete. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നാം ഇതിൽ ഏത് ഓപ്ഷനും ഇതിന് ഒരു പക്ഷേ സൂട്ടബിൾ ആകുമല്ലോ എന്ന ഒരു ചിന്ത നമുക്ക് അവിടെ ഉണ്ടാകും. ഈ വക സെന്റൻസസിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം ഒന്ന് ആലോചിക്കേണ്ടതെന്ന് പറയുന്നത്, ഇതിനെ നമുക്ക് അതിന്റെ ടെൻസിനെ ബേസ് ചെയ്ത് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാം. ഇതൊരു ടെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഒരു എക്സാമ്പിൾ സെന്റൻസ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് എങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കിയെടുക്കുന്നത്? ആ ഒരു ടൈം ലൈൻ ഒന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് ഇപ്പൊ അതിന്റെ ആ ഒരു ടൈം ലൈൻ എന്ന് വിചാരിക്കുക. അപ്പോ ഹി ഡാഷ് 10 years of service by next March. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രസന്റ് ടൈം എന്ന് വിചാരിക്കുക. പ്രസന്റ് ടൈം ഇതാണെങ്കിൽ ഫ്യൂച്ചറിൽ ഏകദേശം ഇവിടെ വരും ആ ഒരു മാർച്ച് എന്നുള്ളത്. ഓക്കെ, അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഇതൊരു ഫ്യൂച്ചർ ടൈമിൽ ഇത് വന്ന് അങ്ങ് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ അതിനെ അത് എന്താ പറയേണ്ടത്, ഇതൊരു ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ അത് ഫ്യൂച്ചറിൽ ഒരു ടൈമിൽ വന്ന് അവസാനിക്കും എന്നുള്ളതാണ് സെന്റൻസ് ശരിക്കും അവിടെ പറയുന്നത്, അല്ലേ? അപ്പോ
10 years of service by next March എന്നുള്ളതാണ്. അപ്പൊ 4 ഓപ്ഷൻസ് നോക്കിയാൽ കംപ്ലീറ്റ് എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് അവിടെ വന്ന് അവസാനിക്കും എന്നുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നത്. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിൽ ഹാവ് ബീൻ വേണം, അതോടൊപ്പം അതിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ആ വേർബിന്റെ കൂടെ ING ചേർത്ത് കൊണ്ടുവരുന്നതാണ്. അപ്പോ നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ്. He will have been completing 10 years of service by next March. അപ്പോ മനസ്സിലായല്ലോ, ആ ഒരു ടൈം ലൈൻ നമ്മൾ മനസ്സിലങ്ങ് ഓർക്കുക. ടൈം ലൈനിൽ ഇതൊന്ന് മാർക്ക് ചെയ്ത് നോക്കിയാൽ ഇത് മാർച്ചിൽ വന്ന് കംപ്ലീറ്റ് ആകുമെന്നാണ് പറയുന്നത്. അപ്പോ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ഇത് കുറെ നാളായിട്ട് നടന്നു വരുന്ന ഒരു സംഗതി, അതായത് 10 വർഷമായിട്ട് നടന്നു വരുന്ന ഒരു സംഗതി. അതിപ്പോ പ്രസന്റ് ടൈമിലൂടെ കടന്നു പോകും. അടുത്ത മാർച്ച് ആവുമ്പോഴത്തേക്ക് 10 വർഷം പൂർത്തീകരിക്കും എന്നുള്ളതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ആ ഒരു സെന്റൻസിനെ ഒന്ന് കാണേണ്ടത്. ഇനി മൂന്നാമത്തെ സെന്റൻസ് നമുക്ക് നോക്കാം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഇവിടെ കാണിക്കുന്നത് അല്ലെ. അപ്പോ നൺ ഓഫ് us played the game well. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 1-2 കാര്യങ്ങൾ ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പെട്ടെന്ന് ഈസി ആയിട്ട് നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു ടിപ്പ് ഈ ക്വസ്റ്റ്യൻ ടാഗ്സിനെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു എന്താ പറയേണ്ടത് മെയിൻ ക്ലോസ് അത് നെഗറ്റീവ് മീനിങ് ആണോ പോസിറ്റീവ് മീനിങ് ആണോ തരുന്നത് എന്ന് നോക്കണം. അപ്പൊ ഇത് നോക്കിയേ, നൺ ഓഫ് us played the game well എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു നെഗറ്റീവ് സെൻസ് ആണ് അവിടെ വരുന്നത് അല്ലേ. അപ്പോ എന്താ പറയേണ്ടത്, അത് ഒരു എന്താ പറയേണ്ടത് പോസിറ്റീവ് ആയിട്ട് all of us played the game well എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് സെൻസ് ആണ്. നമ്മൾ എല്ലാവരും ഗെയിം നല്ലതുപോലെ കളിച്ചു എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ നൺ ഓഫ് us, നമ്മളിൽ ആരും ആ ഒരു ഗെയിം നല്ലതുപോലെ കളിച്ചില്ല. അപ്പോ നെഗറ്റീവ് സെൻസ് ആണ് ഇവിടെ വരുന്നതെങ്കിൽ നമ്മുടെ ടാഗ് പോർഷൻ വരേണ്ടത് പോസിറ്റീവ് ആയിരിക്കണം. നേരെ മറിച്ച് എന്താ, ഇവിടെ ഒരു പോസിറ്റീവ് സെൻസ് ആണ് വരുന്നതെങ്കിൽ ടാഗ് പോർഷൻ വന്ന് നെഗറ്റീവ് ആകണം എന്നുള്ളതാണ്. അപ്പോ ഇനിയിപ്പോ നോക്കുക, നമുക്ക് എന്താ പറയേണ്ടത്, നമുക്ക് നെഗറ്റീവ് സെൻസ് ആയതുകൊണ്ട് പോസിറ്റീവ് ആണ് സെന്റൻസിൽ വരേണ്ടത്. അതേപോലെ നമ്മൾ ഇവിടെയും കൂടെ നോക്കിക്കൊള്ളുക, ഈ അസ് എന്നുള്ള പ്രോണൗൺ അത് മാറണം. നമ്മുടെ ടാഗിൽ വരുമ്പോഴത്തേക്ക് അസ് മാറിയിട്ട് ഡിഡ് വി. ഇത് എന്താ പറയേണ്ടത്, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ടീം എന്ന് വിചാരിക്കുക. ആ ടീമിന്റെ കൂട്ടത്തിലുള്ള വ്യക്തികളിൽ ഒരു വ്യക്തി പറയുന്ന കാര്യമായിട്ട് ഇതിനെ കണക്കാക്കുക. നമ്മൾ ആരും നല്ലതുപോലെ കളിച്ചോ എന്ന് ചോദിക്കുന്നതാണ്. അപ്പോ അവിടെ നൺ ഓഫ് us played the game well, did we എന്നുള്ള ആ ഒരു ടാഗ് ആണ് ഇതിനകത്ത് അവിടെ വരേണ്ടത്. അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലൊരു എക്സാമ്പിൾ ഇതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഇങ്ങനെ ആലോചിക്കുക, നോ വൺ കെയിം, ആരും വന്നില്ല. നോ വൺ കെയിം, ഡിഡ് ദേ എന്നുള്ളതാണ് അതിന്റെ ആ ഒരു ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ ഒരു സെന്റൻസ് മനസ്സിൽ ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും, സെന്റൻസ് കൺവേ ചെയ്യുന്നത് ഒരു നെഗറ്റീവ് സെൻസ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് വേണം. ആ പോസിറ്റീവ് ടാഗില് നമുക്ക് എന്താ പറയേണ്ടത്, ഈ അസ് എന്നുള്ള പ്രോണൗൺ മാറി വി ആകണം. മനസ്സിലായില്ലേ? നൺ ഓഫ് അസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഓരോ വ്യക്തികളെയും എടുത്തു പറയുന്നതാണ്. ടാഗ് പോർഷനിൽ അത് ജനറലി കൂട്ടത്തോടെ ചോദിക്കുന്നതായിട്ടാണ്. അപ്പൊ ആ ഒരു ടീമിനെ റെഫർ ചെയ്ത് ചോദിക്കുന്നത്, അങ്ങനെയാണ് അവിടെ ആ ഒരു വി വരുന്നത്. അത് ഓർത്തു വെച്ചോളുക. ക്വസ്റ്റ്യൻ ടാഗ് റിലേറ്റഡ് ആയിട്ട് ഒരു ചോദ്യം ഉറപ്പാണ് നമുക്കത് ഉണ്ടാകും എന്നുള്ളത്. ഇനി 4ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇഫ് യു ഹാഡ് റീച്ച്ഡ് ദ വെന്യൂ അറ്റ് ദ റൈറ്റ് ടൈം യു ഡാഷ് ദ ചീഫ് ഗസ്റ്റ്. അപ്പോ ഇനി സെന്റൻസിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കണം. അതിന് നമുക്ക് ഓപ്ഷൻസും കൂടെ നോക്കാം. കുഡ് ഹാവ് മെറ്റ്, കുഡ് മെറ്റ്, കുഡ് ഹാവ് മീറ്റ്, വിൽ മീറ്റ്. അപ്പോ ഇവിടെ മെറ്റ് എന്ന അല്ലെങ്കിൽ മീറ്റ് എന്ന വാക്ക് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ സെന്റൻസിന്റെ അർത്ഥം നമുക്ക് എടുക്കാനാണെങ്കിൽ, ഇഫ് യു ഹാഡ് റീച്ച് ദ വെന്യൂ, നീ ആ ഒരു വെന്യൂവിൽ കൃത്യസമയത്ത് എത്തിയിരുന്നുവെങ്കിൽ ചീഫ് ഗസ്റ്റിനെ പരിചയപ്പെടാമായിരുന്നു, അല്ലെങ്കിൽ ചീഫ് ഗസ്റ്റിനെ കാണാമായിരുന്നു. അതാണ് ആ ഒരു മീറ്റ് എന്ന വാക്കിന്റെ അർത്ഥം വരുമ്പോഴത്തേക്ക് അതാണ് ഇപ്പൊ സെന്റൻസിന്റെ അർത്ഥം നമുക്കിവിടെ മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, അപ്പോ ഇഫ് യു ഹാഡ് റീച്ച്ഡ്, അപ്പം വെന്യൂവിൽ ആ വ്യക്തി എത്തിയില്ല. അതുകൊണ്ടാണ് ഇഫ് യു ഹാഡ് റീച്ച്ഡ് എന്ന് ഇവിടെ ഈ സെന്റൻസിൽ പറയുന്നത്. ഇഫ് യു ഹാഡ് റീച്ച്ഡ് അറ്റ് ദ റൈറ്റ് ടൈം യു കുഡ് ഹാവ് മെറ്റ് ദ ചീഫ് ഗസ്റ്റ് എന്നാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ വരേണ്ടത്. അപ്പോ ഇത് ഒരു തേർഡ് കണ്ടീഷണൽ സെന്റൻസ് ആണ്.
തേർഡ് കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ഒരു അൺറിയൽ ആയിട്ടുള്ള ഒരു പാസ്റ്റ് കണ്ടീഷൻ ഇവിടെ പറയുകയാണ്. ഒരു അൺറിയൽ ആയിട്ടുള്ള ഒരു പാസ്റ്റ്, അതായത് അത് നടന്നില്ല, സമയത്ത് എത്തിയില്ല, അല്ലെ? അപ്പൊ അത് അൺറിയൽ ആയിട്ടുള്ള ഒരു പാസ്റ്റ് എത്തിയിരുന്നുവെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അപ്പൊ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു റിസൾട്ടും കൂടെ ഇവിടെ കൊണ്ടുവരുന്നത്, എത്തിയിരുന്നുവെങ്കിൽ അത് ഇങ്ങനെ അങ്ങ് മാറി വന്നേനെ എന്നുള്ള. അപ്പൊ സെന്റൻസിന്റെ സ്ട്രക്ചർ നോക്കിക്കോ, ആ ഒരു കണ്ടീഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇഫ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ വുഡ്, കുഡ്, മൈറ്റ് ഹാവ്, അല്ലെങ്കിൽ വുഡ്, കുഡ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ്, അതോടൊപ്പം ആ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിളും കൂടെ അവിടെ വരികയാണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കിയേ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു കുഡ് ഹാവ് പാസ്ഡ്, അല്ലെ? അപ്പോ എന്താ പറയേണ്ടത്, ആ ഒരു റിയൽ ലൈഫില് നമുക്ക് മിസ്സായി പോയിട്ടുള്ള അവസരങ്ങൾ ഈ ഒരു രീതിയിൽ നമ്മൾ പറയുന്നത് പോലെ നമ്മൾ കൂട്ടിയാൽ മതി. ആ ഒരു ഗ്രാമറിന്റെ റൂൾ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവിടെ മനസ്സിൽ വെച്ചില്ല എങ്കിൽ പോലും ഒന്ന് ചിന്തിച്ചു നോക്കുക, ഞാനൊരു അലാം വെച്ചിരുന്നുവെങ്കിൽ ഞാൻ ലേറ്റ് ആകില്ലായിരുന്നു, അല്ലെ? അപ്പൊ ഇഫ് ഐ ഹാഡ് സെറ്റ് ദി അലാം ഐ വുഡന്റ് ഹാവ് ബീൻ ലേറ്റ്. അങ്ങനെ ഒരു സാമ്പിൾ നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിച്ചോളുക. അപ്പൊ ഇവിടെ എന്താ പറയേണ്ടത്, ഇവിടെ വീണ്ടും ഈ ഒരു കുഡ് വരുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഒരു ഊഹാപോഹമാണ് പറയുന്നത്. നേരത്തെ വന്നിരുന്നുവെങ്കിൽ കാണാമായിരുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്, അല്ലേ? ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫിഫ്ത് വൺ. ടീച്ചർ കുഡ് നോട്ട് ഡാഷ് ബീറ്റിംഗ് ദ സ്റ്റുഡന്റ് ഫോർ ഹിസ് മിസ്ബിഹേവിയർ. അപ്പോ ഇനി എന്താ പറയേണ്ടത്, ഇവിടെ നമ്മുടെ ഓപ്ഷൻസ് നോക്കുക, അതിന്റെ പൂർണ്ണ അർത്ഥം നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കീപ് ഡൗൺ, കീപ് ഫ്രോം, കീപ് ബാക്ക്, കീപ് അവേ, ഏതായിരിക്കും? അപ്പോ ദ ടീച്ചർ കുഡ് നോട്ട് keep down beating the student for his misbehavior, അതോ the teacher could not keep from beating the student for his misbehavior? അപ്പോ ഇവിടെ നമുക്ക് വേണ്ടത് ഓപ്ഷൻ ബി തന്നെയാണ്, കീപ് ഫ്രോം തന്നെയാണ് നമുക്ക് ഇവിടെ വേണ്ടത്. The teacher could not keep from beating the student for his misbehavior. അപ്പൊ കീപ് ഫ്രോം എന്ന് പറയുന്നത് ഒരു ഫ്രേസൽ വേർബാണ്. ഓക്കെ, കീപ് ഫ്രോം എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്ന ഒരു ഫ്രേസൽ വേർബാണ് ഈ കീപ്പും ഫ്രോമും കൂടെ ഒരുമിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക്. അപ്പൊ അതിന്റെ അർത്ഥം ഒന്നുകിൽ റിഫ്രെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് ഞാൻ തടയുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സമാനമായ ഒരു അർത്ഥം തന്നെയാണ് കീപ്പ് എവേക്കും വരുന്നത്. പക്ഷെ കീപ്പ് എവേ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുക എന്നുള്ളതാണ്. മേ ബി ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഇവിടെ ഒരു പ്രവൃത്തിയിൽ ചെയ്യുന്നതിന് ഞാൻ തടസ്സമിടുക. ഷീ കുഡന്റ് കീപ് ഫ്രോം ലാഫിംഗ്. അപ്പൊ അവിടെ ഷീ കുഡന്റ് കീപ് അവേ ഫ്രം ലാഫിംഗ് അല്ല, ഷീ കുഡന്റ് കീപ് ഫ്രോം ലാഫിംഗ്. അപ്പൊ ലാഫ് ഇവിടെ ഒരു വേർബാണ്, ചിരിക്കുക. ചിരിക്കുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, അവർക്ക് ചിരിക്കാതിരിക്കാൻ കഴിയില്ലായിരുന്നു. അപ്പൊ ഈ ഒരു കുട്ടിയുടെ മിസ്ബിഹേവിയർ കൊണ്ട് ടീച്ചർക്ക് ആ കുട്ടിയെ അടിക്കാതിരിക്കാൻ കഴിയില്ലായിരുന്നു. അതാണ് ബീറ്റിംഗ് ദ സ്റ്റുഡന്റ് എന്ന് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ഇനി അടുത്ത ആറാമത്തെ ചോദ്യം, ദ കറക്റ്റ്ലി സ്പെൽ വേർഡ് ഇസ്. അപ്പൊ എന്താണ് ഇതിന്റെ MOMENTO? അപ്പൊ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് നമ്മൾ എത്തുക എന്നുള്ളതാ. MEMANTO, MEMENTO, MOMANTO. അപ്പോ ഇവിടെ മൊമെന്റോ എന്നുള്ള ആ ഒരു വാക്കിന്റെ സ്പെല്ലിംഗ് പല രീതിയിൽ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, മൊമെന്റോ അല്ല, മെമെന്റോ എന്ന ആ ഒരു വാക്കിന്റെ സ്പെല്ലിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. നമുക്ക് നമ്മുടെ മലയാളമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, അല്ലെ? മലയാളത്തില് അക്ഷരമാല അല്ലെങ്കിൽ അക്ഷരങ്ങൾക്ക് ഒരു പേരുണ്ട്. ആ പേര് തന്നെയാണ് നമ്മൾ അതിനെ ഒരു വാക്കിൽ ഉപയോഗിക്കുമ്പം അതിന്റെ സൗണ്ട് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷില് അക്ഷരത്തിനൊരു പേരുണ്ട്, അക്ഷരത്തിന് വ്യത്യസ്തമായ ഒരു സൗണ്ടുമുണ്ട്. സൗണ്ട് തന്നെ പലതരത്തിലുള്ള സൗണ്ടുകളുണ്ട് ഈ ഓരോ അക്ഷരങ്ങൾക്ക്. അപ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു സ്പെല്ലിങ്ങിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ആ സ്പെല്ലിങ്ങിന്റെ സൗണ്ടിൽ നിന്നാണ് ആ സ്പെല്ലിങ്ങിലേക്ക് നമ്മൾ എത്തേണ്ടത്. അല്ലാതെ ആ ഒരു സ്പെല്ലിംഗ് കാണാതെ പഠിച്ചു വെച്ച് നമ്മൾ അത് പറയുന്ന ആ ഒരു രീതിയിലല്ല, അതിന്റെ ആ ഒരു സൗണ്ടിൽ നിന്നാണ് അതിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോ
നമ്മൾ ഇതിനെ പറഞ്ഞ് നമ്മൾ ഇതിനെ മൊമെന്റോ എന്നാണ് നമ്മൾ പറയുന്നത്. മൊമെന്റോ എന്നാണ് നമ്മൾ ഈ പറയുന്നത്. ആക്ച്വലി അത് മൊമെന്റോ എന്നാണ് ശരിക്കും അതിനെ പറയുന്നത്, മൊമെന്റോ. ഓക്കെ, അപ്പോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഈ ഒരു കറക്റ്റ് സ്പെല്ലിംഗ്. അപ്പൊ എന്താണ് ഒരു മൊമെന്റോ എന്ന് പറയുന്നത്? മൊമെന്റോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയതിന്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഓർമ്മയ്ക്കായിട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു 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 സുവനിയർ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും അതേ കണക്ക് സൂക്ഷിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും പോയപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരികയോ ആ ഒരു സ്ഥലത്തിനെ കുറിച്ച് ഓർക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ആ ഒരു സാധനം കാണുമ്പോൾ നമ്മൾ അവരെ ഓർക്കാറുണ്ടെങ്കിൽ അത് ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കുന്ന ഒരു സുവിനിയർ അല്ലെങ്കിൽ എന്താ പറയണ്ട ഒരു ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ്. സോ അതിന്റെ മൊമെന്റോ എന്നല്ല അതിന്റെ സ്പെല്ലിംഗ്. ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഓൾട്ടർനേറ്റ് സ്പെല്ലിംഗ് ആണെന്ന് പറയും, പക്ഷെ അതൊരു ഓൾട്ടർനേറ്റ് സ്പെല്ലിംഗ് അല്ല. ഗൂഗിളിൽ പല വേർഷൻസ് അവിടെ വരുമല്ലോ. ആക്ച്വലി ഇതാണ് അതിന്റെ ആ ഒരു സ്പെല്ലിംഗ്. MEMONTO എന്ന് തന്നെയാണ് വാക്കിന്റെ സ്പെല്ലിംഗ് വരുന്നത്. മൊമെന്റോ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ആക്ച്വലി പറയുമ്പോൾ പെട്ടെന്ന് അത് മൊമെന്റോ ആ ഓപ്ഷൻ എയിൽ എഴുതിയിരിക്കുന്ന വാക്ക് പോലെ നമുക്ക് തോന്നും എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത 7ാമത്തെ ചോദ്യം ഇതാണ്. The court observed the agreement null and void. Here, null and void means. അപ്പൊ സെന്റൻസിന്റെ അർത്ഥം നമ്മൾ നോക്കുക. അപ്പൊ null and void എന്നുള്ള ആ ഒരു ഫ്രേസിന്റെ അർത്ഥം നമുക്കറിയാമോ എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിലൂടെ ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെ? അപ്പോ കോടതി നിരീക്ഷിച്ച് എന്താണ് ആ ഒരു എഗ്രിമെന്റ് നള്ളാണ്, വോയിഡ് ആണ് എന്ന് കോടതി നിരീക്ഷിച്ചു. അതായത് അതിന് ഒരു നിയമസാധ്യത ഇല്ലാത്ത ഒന്നാണ് എന്നവിടെ പറയുന്നത്. അപ്പോ ഓപ്പറേറ്റീവ് എന്നാണോ അതിന്റെ അർത്ഥം? ഇൻവാലിഡ് എന്നാണോ അതിന്റെ അർത്ഥം? ഒത്തന്റിക് എന്നാണോ അതിന്റെ അർത്ഥം? ലെജിറ്റിമേറ്റ് എന്നാണോ അതിന്റെ അർത്ഥം? അപ്പോൾ നൾ ആൻഡ് വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇൻവാലിഡ് എന്നാണ് ആ ഒരു വാക്കിന്റെ അർത്ഥം, അല്ലെ? അപ്പൊ ഈ നൾ ആൻഡ് വോയിഡ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ആ ഒരു ലീഗൽ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ആ ഒരു സംഗതി ഇപ്പോ നിലവിലില്ല എന്നോ, അല്ലെങ്കിൽ ആ ഒരു സംഗതി ഇൻവാലിഡ് ആയെന്നോ, അല്ലെങ്കിൽ ആ ഒരു സംഗതി എന്താ പറയേണ്ടത് ഇനിമേൽ പാലിക്കേണ്ടതില്ല എന്നോ എന്നൊക്കെയാണ് ശരിക്കും ആ ഒരു വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓപ്പറേറ്റീവ് എന്ന് പറഞ്ഞാലോ അതിപ്പോഴും പ്രാബല്യത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഒരർത്ഥം മനസ്സിലാക്കേണ്ടത്. ഒതന്റിക് എന്ന് പറഞ്ഞാലോ ഇത് ഒറിജിനൽ ആണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ലെജിറ്റിമേറ്റ് എന്ന് പറഞ്ഞാലോ ഇത് ട്രൂ ആണ് എന്നാണ് അതിന്റെ ആ ഒരു അർത്ഥം. ലെജിറ്റിമേറ്റ് യൂഷ്വലി നമ്മൾ പറയുന്നത് ലെജിറ്റിമേറ്റ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ വിവാഹബന്ധത്തിലുണ്ടായ കുട്ടികൾ ലെജിറ്റിമേറ്റ് ചിൽഡ്രൻ എന്ന് പറയും. ഇല്ലെജിറ്റിമേറ്റ് അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞാല് എന്താ പറയേണ്ടത്, ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാതെ ആ ഒരു ബന്ധത്തിൽ ഉണ്ടാകുന്ന കുട്ടികളെ ഇല്ലെജിറ്റിമേറ്റ് ചിൽഡ്രൻ എന്നും പറയും. ഓക്കെ, ഇനി അടുത്തത് നമ്പർ 8. Pick out the word for a person who does not believe in and is strongly against accepted ideas, traditions, images, etc. അപ്പൊ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു ഒറ്റ വാക്കിൽ ഈ ഒരു അർത്ഥം പറയുക, അല്ലെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു വാക്കിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏത് വാക്കാണ് എന്ന് നമ്മൾ കണ്ടെത്തുകയാണ് ഇവിടെ വേണ്ടത്, അല്ലെ? അപ്പൊ നമുക്കിവിടെ ഐക്കോണോക്ലാസ്റ്റ് ഉണ്ട്, ഓട്ടോക്രാറ്റ് ഉണ്ട്, ഡിപ്ലോമാറ്റ് ഉണ്ട്, അഗ്നോസ്റ്റിക് എന്ന വേർഡും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് ഈ വേർഡ്സിന്റെ മീനിങ്സ് എന്ന് നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് നോക്കാം. അപ്പോ ഈ ഒരു ഡെഫിനിഷൻ എന്താണ് ഇവിടെ കൊടുത്തേക്കുന്നത് നമുക്ക് ഒന്നും കൂടെ നോക്കാം. എ പേഴ്സൺ ഹൂ ഡസ് നോട്ട് ബിലീവ് ഇൻ ആൻഡ് സ്ട്രോങ്ലി അഗെയിൻസ്റ്റ് ആക്സെപ്റ്റഡ് ഐഡിയാസ്, ട്രഡിഷൻസ്, ഇമേജസ്. അതായത് സമൂഹം അല്ലെങ്കിൽ മനുഷ്യൻ വളരെയധികം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള ഐഡിയാസിനെയും നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ട്രഡിഷൻസിനെയും അല്ലെങ്കിൽ എന്തെങ്കിലും ഇമേജസ് ദൈവങ്ങളെ പോലെയൊക്കെ ഉള്ളതായിരുന്നാലും ശരി, അതിലെ ഒക്കെ എതിർക്കുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ മനുഷ്യൻ സാധാരണഗതിയിൽ പ്രിയപ്പെട്ടതായി കണക്കാക്കുന്ന ആ വിശ്വാസങ്ങൾ അതിനെയൊക്കെ ആക്രമിക്കുകയോ അതിനെയൊക്കെ വിമർശിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഈ ഐക്കോണോക്ലാസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ കറക്റ്റ് ആൻസറും ഇവിടെ. അപ്പം ഐക്കൺ എന്ന് പറഞ്ഞാൽ സിമ്പിൾ എന്നാണ് അതിന്റെ അർത്ഥം. ക്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ
ബ്രേക്കർ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് നശിപ്പിച്ച് കളയുന്ന, പൊട്ടിച്ച് കളയുന്ന ഒരു വ്യക്തി. അപ്പോ അതാണ് ആ ഒരു ഐക്കൺ. നമ്മൾ മനസ്സിലൊരു സിമ്പിൾ ആയിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്ന, അല്ലെ, ചിലപ്പോൾ നമ്മൾ ദൈവത്തിന്റെ ഒരു രൂപമായിരിക്കും നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ട് നടക്കുന്നത്. ആ ഒരു വിശ്വാസം അതിനെ ഫോളോ ചെയ്യേണ്ടതില്ല, അതിനെ വിമർശിക്കുക, അതിനെ ആക്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഐക്കോണോക്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ. എന്നാ ബാക്കിയുള്ള വാക്കുകളും ഇവിടെ ഉണ്ടല്ലോ. അപ്പോ ഐക്കോണോക്ലാസ്റ്റ് നമ്മൾ നോക്കി. ഇനി ഒരു ഓട്ടോക്രാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഓട്ടോക്രാറ്റ് എന്ന് പറയുന്നത്? ഓട്ടോക്രാറ്റ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരു പക്ഷേ ഒരു അബ്സല്യൂട്ട് ആൻഡ് അൺഡിവൈഡഡ് ആയിട്ടുള്ള പവർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും അത് ഗവൺമെന്റിലോ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് റോളിലോ അത് വരും. ഇപ്പം സ്വേച്ഛാധിപതി എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതാണ് ശരിക്കും ആ ഒരു എന്താ പറയേണ്ടത്, സമ്പൂർണമായ ഒരു അധികാരം കൈവശം വെക്കുന്ന ഒരു വ്യക്തി. പ്രത്യേകിച്ചും ആ ഒരു ഗവൺമെന്റിൽ നമുക്ക് ഇത് വേണമെങ്കിൽ കാണാം. അപ്പൊ ഈ ഒരു ടേം പലപ്പോഴും ഒരു 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 നെഗറ്റീവ് അർത്ഥത്തിലാണ് ഇത് പലപ്പോഴും ഉപയോഗിക്കുന്നത്. ആ ഒരു അതോറിറ്റേറിയനിസം അല്ലെങ്കിൽ ആ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ഒക്കെ കാണിക്കുക എന്നുള്ള രീതിയിൽ ഈ ഒരു ടേം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി മൂന്നാമതൊന്ന് ഡിപ്ലോമാറ്റ് എന്നുള്ളതാണ്. ഡിപ്ലോമാറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തി കുറെ അധികം സ്പെഷ്യൽ ആയിട്ടുള്ള സ്കില്ലുകളുള്ള ഒരു വ്യക്തിയാണ് ഒരു ഡിപ്ലോമാറ്റ് എന്ന് പറയുന്നത്. ഒരു നയതന്ത്രജ്ഞനാണ് ഡിപ്ലോമാറ്റ് എന്ന് പറയുന്നത്, അല്ലെ? അന്താരാഷ്ട്ര ചർച്ചകളിലൊക്കെ പങ്കെടുക്കുക, രാജ്യാന്തര ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കഴിവുകളുള്ള ഒരു വ്യക്തി. ആ ഒരു ജോലി പലപ്പോഴും സർക്കാരിന് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തി, അതാണ് ഒരു ഡിപ്ലോമാറ്റ് എന്ന് പറയുന്നത്. ഇനി അഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്കോ അതും ഒരു എന്താ പറയേണ്ടത്, ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു അഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ദൈവത്തിന്റെയോ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ദൈവീകമായിട്ടുള്ള ആ ഒരു 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 വിശ്വാസങ്ങള് നിലനിർത്താത്ത ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഒന്നും കൂടെ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ഈ അഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവവിശ്വാസി അല്ല എന്നല്ല അതിന്റെ അർത്ഥം വരിക. ശരിക്കും ദൈവമുണ്ട് എന്നുള്ളത് എന്താ പറയേണ്ടത് തെളിയിക്കാൻ കഴിയുക, അല്ലെങ്കിൽ അത് ഒരിക്കലും അറിയാൻ കഴിയുന്നതല്ല, ഒരിക്കലും അറിയാൻ കഴിയില്ല, അത് തെളിയിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. സോ an agnostic is a person who believes that the existence of God or the divine is unknown or unknowable. അത് അറിയുകയോ അത് അറിയാനോ സാധിക്കില്ല എന്നുള്ളതാണ് ശരിക്കും അവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുക. അപ്പോ he said, will you listen to such an advice? ഓക്കെ, അപ്പോ ഇത് ഇവിടെ നമുക്ക് he said, will you listen to such an advice? അപ്പോ ഇതിനെ നമുക്ക് എന്താ പറയേണ്ടത്, റിപ്പോർട്ടഡ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കി മാറ്റണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കണക്കാക്കേണ്ടത്. ഈ സെന്റൻസ് ഡയറക്റ്റ് സ്പീച്ചിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് he said എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ആ ഒറിജിനലി will you listen to such an advice എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി അല്ല ഇവിടെ പറയുന്നത്. ആ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ചോദിച്ചു. ആ ചോദിക്കപ്പെട്ട വ്യക്തി മൂന്നാമതൊരു വ്യക്തിയോട് പറയുന്നതാണ് യൂഷ്വലി റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പൊ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഡയറക്റ്റ് സ്പീച്ചിൽ തന്നെ പറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് അവൻ ചോദിച്ചു എന്ന് പറഞ്ഞു. അവൻ ചോദിച്ച് എന്നിട്ട് ആ കൊട്ടേഷനിൽ കൊടുത്തിരിക്കുന്നത് ആ ചോദിച്ച വ്യക്തി ഉപയോഗിച്ച അതേ വാക്കുകളാണ്. അപ്പൊ അതിനെ നമുക്ക് എന്താ പറയേണ്ടത്, റിപ്പോർട്ടഡ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് നമുക്ക് മാറ്റണം. അപ്പൊ അങ്ങനെ നമുക്ക് മാറ്റുമ്പം വിൽ യു എന്ന് പറയുന്നത് വുഡ് ദേ ആയി മാറണം. വിൽ യു എന്നുള്ളത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് വരുമ്പം വുഡ് ദേ ആയി മാറും. അപ്പൊ ഈ റിപ്പോർട്ടഡ് സ്പീച്ച് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഒന്നുകിൽ വെദർ അല്ലെങ്കിൽ ഇഫ് ഉപയോഗിക്കുക, എന്നിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരു ടെൻസിന്റെ ഒരു ഷിഫ്റ്റും കൂടെ അവിടെ വരുത്തണം എന്നുള്ളതാണ്. അപ്പോ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കിയേ. ഹി ആസ്ക്ഡ് വെദർ they would have listened to such an advice. would have listened, കേൾക്കുമായിരുന്നോ എന്നുള്ളത് അല്ല. അപ്പോഴത്തേക്ക് അവിടെ അർത്ഥം ശരിക്കും സ്ലൈറ്റ് ആയിട്ടൊന്ന് മാറി അല്ലേ. he asked whether they would listened to such an advice. Okay, അപ്പൊ ഇത് തെറ്റിച്ച് തന്നെയാണ് ഈ സെന്റൻസ് എഴുതിയിട്ടുള്ളത്. now he asked whether they had listened to such an advice. അങ്ങനെയുമല്ല, ഇവിടെയും ഇവിടെ അർത്ഥം മാറി എന്നുള്ളതാണ്. ഇനി നാലാമത്തെ നോക്കാം.
he asked whether they would listen to such an advice. ഇതാണ് നമുക്ക് ഏറ്റവും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആ ഒരു ഫോം. അപ്പൊ ഇവിടെ വെദർ ആയിരുന്നാലും ഇഫ് ആയിരുന്നാലും അത് കറക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. സോ ഹി ആസ്ക്ഡ് വെദർ ദേ വുഡ് ലിസൺ ടു സച്ച് ആൻ അഡ്വൈസ് എന്നുള്ള. അപ്പൊ ഇതാണ് നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. UPI അതിന്റെ ഫുൾ ഫോം ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, SIയുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ കഴിഞ്ഞ SIയുടെ പരീക്ഷ നടക്കുമ്പോഴത്തേക്ക് UPI വളരെ റെലവെന്റ് ആയിരുന്നു. കാരണം അത് ഏകദേശം അതൊരു പ്രാബല്യത്തിലായി വരുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അപ്പൊ UPI എന്ന് പറയുന്നത് യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇത് ഇനിയും ചോദിച്ചുകൂടായികയില്ല. യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് എന്നുള്ളതാണ്. ഈ UPI പേയ്മെന്റ് സിസ്റ്റം ഇന്ത്യയിലാണ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഗൂഗിൾ പേ, ഫോൺ പേ ഇതൊക്കെ നമ്മുടെ UPIയിൽ വരുന്ന പേയ്മെന്റ് സിസ്റ്റംസ് ആണ്. നമ്മൾ ഗൂഗിൾ പേ എന്നൊക്കെ പറഞ്ഞു പോകുന്നെങ്കിലും അതെല്ലാം UPI യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസിന്റെ ഭാഗമായിട്ട് വരുന്നു എന്നാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11 പറയുന്നതാണ്. ദ സ്റ്റോറി ഈസ് that there has been a great dash disruption, a deluge. അപ്പോ എന്താണ് ഇതിന്റെ ആ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ നോക്കിയേ, ഇവിടെ ക്ലൈമാറ്റിക് എന്ന് പറഞ്ഞു, ക്ലൈമറ്റ് എന്ന് പറഞ്ഞു, എന്താ പറയേണ്ടത്, ക്ലൈമാറ്റിക്, ഇവിടെ ക്ലൈമാറ്റിക് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു സിയും കൂടെ ഇവിടെ അധികം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് ക്ലൈമറ്റിനെ ബന്ധപ്പെടുത്തി ഉള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഈ വന്നിട്ടുള്ളത്. അപ്പോൾ ദ സ്റ്റോറി ഈസ് ദാറ്റ് ദെയർ ഹാസ് ബീൻ എ ഗ്രേറ്റ്, അപ്പോൾ ഇവിടെ ക്ലൈമറ്റ് എന്ന വാക്കിന്റെ അർത്ഥം വരുന്നു. അപ്പൊ ആ ക്ലൈമറ്റിൽ ഒരു വലിയ ഡിസ്റപ്ഷൻ നടന്നിട്ടുണ്ട്, എന്നിട്ട് കോമയിട്ടിട്ട് ഡെലൂഗ് എന്നും കൂടെ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്? സെന്റൻസിലേക്ക് നമുക്ക് ഒന്നും കൂടെ നോക്കാം. സെന്റൻസിനകത്ത് ഇവിടെ ഈ ഡെല്യൂജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു വലിയ ഒരു വെള്ളപ്പൊക്കം, ഒരു അതിഭയങ്കരമായ ഒരു വെള്ളപ്പൊക്കം അല്ലെങ്കിൽ അതിഭയങ്കരമായ ഒരു മഴ പെയ്തു, ഒത്തിരി അധികം വെള്ളം ഒരുമിച്ച് വന്നു, അങ്ങനെയുണ്ടായി. ഓക്കെ, അപ്പോ ഇത് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് വന്നേക്കുന്നത്. എന്നാൽ ഇവിടെ സ്റ്റോറി എന്ന ഒരു വാക്കും കൂടെ ഇവിടെ ഉണ്ട്. അത് നമ്മളെ ഇച്ചിരി കൺഫ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു വാക്കും കൂടെ ഇവിടെ ഉള്ളത്. എന്നാൽ 3 ഓപ്ഷൻസ്, ഈ 4 3 ഓപ്ഷൻസ് എന്ന് പറയുന്നത് വളരെ സമാനതകൾ, നമ്മൾക്ക് ഒറ്റ നോട്ടത്തിൽ എല്ലാം ഒരുപോലെ ഇരിക്കുന്ന ഒരു ഓപ്ഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പെല്ലിംഗ് നോക്കിക്കൊള്ളുക. ക്ലൈമാറ്റിക്, ക്ലൈമറ്റ് ആൻഡ് ക്ലൈമാറ്റിക്. ഇത് രണ്ടും 2 അർത്ഥമാണ്, അല്ലെങ്കിൽ 3 അർത്ഥങ്ങൾ തന്നെയാണ് ഇതിന് വരിക. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണ്, ക്ലൈമാറ്റിക് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ. അപ്പോ ദ സ്റ്റോറി ഈസ് ദാറ്റ് there has been a great climatic disruption, a deluge. ഓക്കെ, അതാണ് ശരിക്കും ഇവിടെ ആ ഒരു ആൻസർ. അപ്പൊ ആ ഒരു ക്ലൈമാറ്റിക് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. അപ്പോ ഇവിടുത്തെ ആ ഒരു വെതർ കണ്ടീഷനെ, ആ ക്ലൈമറ്റിനെ അല്ലെങ്കിൽ ആ ഒരു കാലാവസ്ഥയുടെ കണ്ടീഷനെ എന്താ പറയേണ്ടത്, അതിനെ ഒന്നും കൂടെ വിവരിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ അഡ്ജക്റ്റീവ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഈ സെന്റൻസിൽ നമ്മൾ ഈ ഒരു ഫ്രേസ് നോക്കിയേ, എ ഗ്രേറ്റ് ക്ലൈമാറ്റിക് ഡിസ്റപ്ഷൻ, എ ഡെല്യൂജ്. എ ഗ്രേറ്റ്, ഇവിടെ മുതൽ തുടങ്ങി, എ ഗ്രേറ്റ് ക്ലൈമാറ്റിക് ഡിസ്റപ്ഷൻ, എ ഡെല്യൂജ് എന്ന് പറയുന്നത്. അപ്പോ അത് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ക്ലൈമറ്റിൽ അല്ലെങ്കിൽ കാലാവസ്ഥയിൽ അതാണ് ശരിക്കും ആ ഒരു വ്യത്യാസം അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഹെവി റെയിൻഫോൾ അവിടെ നടന്നിരുന്നു, അല്ലെങ്കിൽ ഫ്ലഡിങ് നടന്നിരുന്നു. അതാണ് നമ്മൾ ഈ ഒരു വാക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ ഡെല്യൂജ് എന്ന് പറയുന്ന വാക്കും കൂടെ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ഓപ്ഷൻ ഡി തന്നെയാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്നുള്ളത്. എന്നാൽ ഓപ്ഷൻ എ, അങ്ങനെ ഒരു വാക്കുണ്ടോ? ക്ലൈമാറ്റിക് എന്ന് പറയുന്ന ആ ഒരു വാക്കുണ്ടോ? അത് ശരിക്കും ഒരു ക്ലൈമാക്സിനെയാണ് റെഫർ ചെയ്യുന്നത്. സിനിമയ്ക്ക് ക്ലൈമാക്സ് ഉണ്ടല്ലേ. ക്ലൈമാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ള, ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതല്ലേ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ക്ലൈമാക്സിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ഈ ക്ലൈമാറ്റിക് എന്ന് പറയുന്നത്. സിനിമാറ്റിക് എന്ന് പറയുന്നത് പോലെ ക്ലൈമാറ്റിക്.
അപ്പൊ ഇവിടെ ഈ സ്റ്റോറി എന്ന വാക്ക് കണ്ടിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആകരുത്, അതായിരിക്കുമോ ഇവിടെ വരുന്ന ആ ഒരു വേർഡ് എന്നുള്ളത്. പക്ഷേ ഇതിലാണ് നമ്മൾ ഒന്നും കൂടെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ഈ സ്റ്റോറി ഇതിപ്പോ നമുക്ക് പറയാമല്ലോ, അത് ചുരുക്കത്തിൽ അതിന്റെ കഥ പറയുകയാണെങ്കിൽ എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആണ് ശരിക്കും ഇവിടെ എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് ക്ലൈമറ്റ് ഇവിടെ ഒരു ഓപ്ഷൻ ആയിട്ട് വന്നില്ല? ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു നൗൺ അല്ലെങ്കിൽ ഒരു നാമം ആണ് അല്ലെ, ഒരു സ്ഥലത്ത് ആ ഒരു വെതർ കണ്ടീഷൻസിനെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു നാമം. പക്ഷെ ഇവിടുത്തെ ഫ്രേസ് നോക്കിയേ, ഗ്രേറ്റ് ക്ലൈമറ്റ് ഡിസ്റപ്ഷൻ എന്ന് നമ്മൾ പറയൂ. അപ്പോ ക്ലൈമറ്റ് ഡിസ്റപ്ഷൻ എന്ന് പറയത്തില്ല, അതിനൊരു അഡ്ജക്റ്റീവ് സൗണ്ട് അവിടെ കൊണ്ടുവരണമെങ്കിൽ ക്ലൈമാറ്റിക് ഡിസ്റപ്ഷൻ എന്ന് തന്നെ വരണം. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് നമ്മൾ കാണേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12 ഇതാണ്. ആഡ് സൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്സ്. ക്വസ്റ്റ്യൻ ടാഗ്സ് തന്നെ എടുക്കുക. അപ്പോ ഇവിടെ എയും ബിയും ആയിട്ട് 2 സെന്റൻസസ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് എ മിനിറ്റ്, രണ്ടാമത് സംബഡി ഹാസ് കോൾഡ്. അപ്പോ നമ്മൾ ഈ ഒരു പെയറിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നമുക്ക് ഇതിനകത്ത് ചൂസ് ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ വെയിറ്റ് എ മിനിറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു തന്നായിരുന്നു ക്വസ്റ്റ്യൻ ടാഗ് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് കണക്കിലെടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് കണക്കിലെടുക്കേണ്ടതെന്ന് പറയുന്നത് ആ ഒരു സെന്റൻസിന്റെ ടോൺ എന്താണ്, അത് സജസ്റ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത്. അതേപോലെ നമുക്ക് മറ്റു കാര്യങ്ങളും ഇതിനകത്ത് നോക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, ആ ഒരു മെയിൻ സെന്റൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെൻസ് ആണ് അവിടെ കൊണ്ടുവരുന്നതെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ആ ഒരു മെയിൻ സെന്റൻസ് അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സെൻസ് ആണ് കൊണ്ടുവരുന്നതെങ്കിൽ ടാഗ് അവിടെ പോസിറ്റീവ് ആയിട്ട് വരും എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു വേർബ്, ടാഗിൽ ഉപയോഗിക്കുന്ന വേർബ് ശരിക്കും ഇറ്റ് ഹാസ് ടു മാച്ച് ആ ഒരു ഓക്സിലറി അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ആ ഒരു മോഡൽ വേർബിനെ മാച്ച് ചെയ്യണം എന്നുള്ളത്. മെയിൻ സെന്റൻസിൽ ആ ഒരു മോഡൽ അല്ലെങ്കിൽ ഓക്സിലറി വേർബിനെ അത് മാച്ച് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോ ഓക്സിലറി വേർബുകൾ ഇല്ലാത്ത ഒരു സെന്റൻസ് ആണെങ്കിൽ എന്താ പറയേണ്ടത്? നമ്മൾ ഉപയോഗിക്കേണ്ട ടാഗ് ഏതൊക്കെയാണ്? ഡു, ഡസ് അല്ലെങ്കിൽ ഡിഡ് ആണ് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് അത് ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇനി ഇംപറേറ്റീവ് ആയിട്ടുള്ള സെന്റൻസിന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ടാഗ് പാറ്റേൺസ് അവിടെ ഉപയോഗിക്കും. അപ്പൊ ഇനി നമുക്ക് ഈ ഓരോ സെന്റൻസും ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. അപ്പൊ വെയിറ്റ് എ മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്ത് തരത്തിലുള്ള ഒരു സെന്റൻസ് ആണ്? അതൊരു ഇംപറേറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുകിൽ ഒരു കമാൻഡ് കൊടുക്കുന്ന സെന്റൻസ് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് നടത്തുന്ന ഒരു സെന്റൻസ്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതിൽ ഈ 4 ഓപ്ഷൻസിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും ആദ്യത്തെ സെന്റൻസിന് വരിക? വെയിറ്റ് എ മിനിറ്റ്, വിൽ യു, വുഡ് യു, ക്യാൻ യു, ഈ 3-ൽ ഏത് വരും ഈ ആദ്യത്തെ സെന്റൻസിന്? ഇംപറേറ്റീവ് ആണ്. അപ്പൊ ഇംപറേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു റിക്വസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. ഇതൊരു കമാൻഡ് അല്ല, ഇതൊരു റിക്വസ്റ്റ് ആണ്. അപ്പൊ റിക്വസ്റ്റിനായാലും കമാൻഡിനായിരുന്നാലും ഒരുപോലെ തന്നെ നമ്മൾ അവിടെ ഉപയോഗിക്കുകയും ചെയ്യും അല്ലെ. യെസ്, യു ആർ റൈറ്റ്. വിൽ യു തന്നെയാണ് ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ട ആ ഒരു കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ തിരിച്ച് ഇങ്ങനെ ഇട്ട് നോക്കിയാലും മതി. വിൽ യു വെയിറ്റ് എ മിനിറ്റ്, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ എന്ന് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ വെയിറ്റ് എ മിനിറ്റ്, വിൽ യു, അത് ടാഗ് പോർഷൻ വിൽ യു തന്നെയാണ് അവിടെ വരും. അപ്പോ മറ്റ് പോസിബിൾ ആയിട്ടുള്ള ടാഗ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വോണ്ട് യു ഒരു പോസിബിൾ ആയിട്ട് വരും. ഒരു പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻവൈറ്റിംഗ് ആയിട്ട് വരുന്നതാണ്. അത് വോണ്ട് യു നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ ഉപയോഗിക്കാം. ക്യാൻ യുവും ഇവിടെ നമുക്ക് ഉപയോഗിക്കാം. വുഡ് യുവും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. പക്ഷേ വിൽ യു ആണ് ഇവിടെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നതും ആൻഡ് ആ ഒരു ഗ്രാമാറ്റിക്കൽ സ്റ്റാൻഡേർഡ് ന്യൂട്രൽ ആയിട്ടുള്ള ഇംപറേറ്റീവ്സിന് ഇവിടെ ഒരു ചോയ്സ് ഇവിടെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഇംപറേറ്റീവ് ആണെന്നാണ്. ഇനി ആ ഒരു രണ്ടാമത്തെ ഭാഗം അല്ലെ, രണ്ടാമത്തെ ഭാഗം സംബഡി ഹാസ് കോൾഡ്. സംബഡി ഹാസ് കോൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് സ്ട്രെയിറ്റ് അവേ നമുക്ക് കാണാം ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. ഇത് ഏതാണ്? ആ ഒരു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്ന ഹാസ് കോൾഡ് അവിടെ വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന് നമുക്കൊരു ക്വസ്റ്റ്യൻ ടാഗ് കൊണ്ടുവരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? അപ്പൊ സംബഡി എന്ന് പറയുന്ന ആ ഒരു പ്രോണൗണിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് ദേ ആക്കി കൊണ്ടുവരണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ദേ ആക്കിക്കൊണ്ട് വരണം. അപ്പോ ഇവിടെ നമുക്ക് ഓൾറെഡി ഉണ്ട്, ഇവിടെ എല്ലാം ദേ 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 തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആൻഡ് അതേപോലെ എന്താ പറയേണ്ടത്? ആ ഓക്സിലറി ഇവിടെ ഹാസ് ആണ് വന്നിരിക്കുന്നത് അല്ലെ.
ഇപ്പൊ സംബഡി ഹാസ് കോൾഡ് എന്നുള്ള ഹാസ് ആണ് ഇവിടെ വന്നേക്കുന്നത്. ഈ ഹാസിനെ നമ്മൾ ഹാവിൻറ്റ് ആക്കി മാറ്റണം, നെഗറ്റീവ് ആക്കിയിട്ട് മാറ്റണം. അപ്പൊ ഇവിടെ ഉണ്ട് നമ്മുടെ ഓപ്ഷൻ അല്ലേ, ഹാവിൻറ്റ് ദേ എന്നുള്ളത്. അപ്പൊ സംബഡിക്ക് പകരം അത് അങ്ങ് ദേ ആയി മാറുകയാണ് ചെയ്യേണ്ടത്. അപ്പോ സംബഡി ഹാസ് കോൾഡ് ഹാവിൻറ്റ് ദേ, ഹാസിൻറ്റ് ദേ അല്ല ഹാവിൻറ്റ് ദേ. കാരണം സംബോഡി എന്നാണ് ഇവിടെ പറയുന്നത്, അതിനെ നമ്മൾ ദേ ആക്കി അവിടെ മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലെ. റൈറ്റ്. സോ 12 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐ വിൽ ഡിസ്കസ് ദ റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഇൻ ദ നെക്സ്റ്റ് പാർട്ട്. Thank you very much for watching this part and see you in the next class. Wish you all the very best.